പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഇവിടെയും കല്യാണം കഴിച്ചിട്ടാണ് ഇനി തോബിയാസ് യാത്ര ചെയ്യണത്. ആ പണവും വാങ്ങിച്ച് യാത്ര ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട്, അപ്പം നോക്കുമ്പോഴുണ്ട് തോബിയാസിൻ്റെ കൂടെ വേറൊരു പെണ്ണ് കൂടി കയറി വരുന്നത്. തോബിത്താണ് അപ്പൻ. അപ്പം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോത്സാഹനം വെച്ചാൽ അപ്പൻ്റെ അന്നയാണിത് പറഞ്ഞു കൊടുക്കണത്, നമ്മുടെ മകൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടെന്ന് പറയണം. പക്ഷേ ആത്മാവിൽ ഇയാൾക്കറിയാം ദൈവം ചെയ്ത കാര്യങ്ങളാണെന്നറിയാം, പക്ഷേ അതേസമയം തന്നെ ഇപ്പം അസറിയാസ് റാഫേൽ മാലാഖ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യണം. ദൈവമാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിക്കണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് തുടങ്ങിയ എങ്ങനെയാണ്? ഉടനെ അസറിയാസ് പറയും, ഇനി ചെയ്യേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളി അപ്പം കാണണ്ടേ, അപ്പം അന്ധനായിരിക്കുകയാണ്. അപ്പനൊരു സൽപ്രവൃത്തി ചെയ്ത് അന്ധനായ മനുഷ്യനാണ്. അപ്പനൊരു സാപത്ത് ദിവസം ഉപവസിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്നിശാല വന്നപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് ഒരു ശവം കിടക്കണമെന്ന് പറഞ്ഞ് പട്ടണത്തിൽ. അപ്പൻ വിശന്ന് രാവിലെ മുതൽ വൈകുന്നേരം വിശന്നിട്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശവം കിടക്കണമെന്ന് പറഞ്ഞത്. ഉടനെ അപ്പനെന്ത് ചെയ്ത് ആ ശവം പോയി മറവ് ചെയ്ത് ശവം മറവ് ചെയ്ത അന്ന് ശേഷം അവിടെ ശിക്ഷ ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ സൽപ്രവൃത്തിയാണ് ശവം മറവ് ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അതിനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തളർന്നു വരുമ്പോൾ ഒരു മതിലിൻ്റെ അരികിലിരിക്കും. അവിടെ ഇരുന്ന് ചാരി ഒന്ന് ഉറങ്ങിപ്പോകും. അപ്പം മതിരെ വന്നിരുന്ന കുഞ്ഞാറ്റക്കിളികൾ കാട്ടിച്ചിട്ട് ഇയാൾ കണ്ണീ വീഴും, കണ്ണ് കാഴ്ച പോകും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്തിട്ട് പണി മേടിച്ച ആളാണ് ഇയാൾ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ നീതിമാനാണെങ്കിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായിരിക്കും. ഇപ്പോഴും അന്ധനായ അപ്പൻ്റെ അടുത്ത് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വരുമ്പോൾ അപ്പോഴും അസ്തറിയാസമുണ്ട്, വിട്ടുമാറാതെ. നിൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ വന്നാലും, നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞാറ്റക്കരുകൾ നിൻ്റെ കണ്ണ് കളഞ്ഞാലും നിന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്കൊന്നും ഭയക്കുമെന്നുള്ള കുടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനമാണ്. ദൈവപൈതലെ, നീ കാണാത്തൊരു ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ നയിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് ഉയർച്ചയ്ക്കായി അതിനെ ക്രമീകരിക്കുവാൻ അങ്ങേക്ക് പദ്ധതിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം,
ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും അവരുടെ കയ്യിൽ ആ ദ്രോവ്യാസന്റെ കയ്യിൽ ആ കയ്പ ഇരിപ്പുണ്ട്. കട്ടൻ കയ്പയും. കയ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടില്ലേ, കട്ടിനാണ് നമ്മൾ കട്ടെന്ന് പറയത്തില്ല, അതിനാണ് കയ്പ എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ എന്താ എടുത്തുകൊണ്ട് പോകുന്നത് അവർ? ആ കരളും കയ്പ എടുത്തുകൊണ്ട് പോകുന്നത്, ചങ്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം എന്നാ പറഞ്ഞത്? ഇപ്പം അസറിയാസത്തിൽ കൊണ്ടുകൂടാ, ഓരോ സമയത്തും ദൂതൻ കൂടെ ഉണ്ടാവും. ഇവർ ദൂതൻ എന്താ വിട്ടു പോകാത്തത്? ഇവരുടെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ടാണ് ദൂതൻ വിട്ടു പോകാത്തത്. ദൂതൻ ഇപ്പോഴും ഉണ്ട്. ആ യാത്ര പൂർത്തിയാക്കുകയാണ്. ശുഭമാക്കുക എന്നുള്ള ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പറയുന്ന വാക്കുകളല്ലേ. ഇവിടെ യാത്രയുടെ ശുഭം കണ്ട, അതായത് ഇപ്പോഴും അസറിയാസ് പറയും, ഇനി നീ അപ്പൻ അന്ധനായ അപ്പൻ്റെ കണ്ണിലേക്ക് ആ കയ്പ പിഴിഞ്ഞൊഴിക്കാൻ പറയും. 11:7-8 റഫായേൽ പറഞ്ഞു, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അതായത് തോബിയാസിന്റെ അപ്പനാണ് തോബിത്ത്. അന്ധനായിരുന്നു. ആ കുരുവെന്ന് കട്ടിച്ച് കണ്ണുപോയതാണ്. ആ കണ്ണ് തിരികെ എടുക്കാൻ വേണ്ടിയാണ് മീനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം പക്ഷെ മീൻ വിഴുങ്ങാൻ വന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ വിഴുങ്ങാൻ വന്നതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഇവർ ഉടമ്പടി, അപ്പനും മകനും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പനും മകനും ഉടമ്പടി കർക്കശമായിട്ട് തെറ്റാത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം ശുഭമായി. ഇപ്പം നമ്മളെ ഈ എഫേസ്യൻസ് വായിക്കത്തില്ലേ? എന്താണ് 3:20 വായിച്ചേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഒന്ന് പറഞ്ഞേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പോയതെന്തിനാണ്? കടം മേടിക്കാൻ ആ വെള്ളി ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിക്കാൻ പോയതാണ്. എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയാൽ എൻ്റെ ഇടയ്ക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതായത് തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടി, അതേസമയം തന്നെ അപ്പൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ കാർക്കശ്യങ്ങളിൽ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി ചെയ്യുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇവരെക്കാൾ അധികമായി. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 21:15 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ വ്യക്തികളാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു വശമാണ് ഇതിനേക്കാൾ അധികമായി. ഇവരെക്കാൾ അധികം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? ഇതിനേക്കാൾ അധികമായി. ഇവരെന്ന് പറയുമ്പോൾ പേഴ്സണാണ് അവിടെ വരുന്നത്. നമ്മുടെ ജീവിതാനുഭവം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്
നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വ്യക്തികൾ മാത്രമല്ല. ഇപ്പം നിങ്ങൾക്കൊരു രോഗമുണ്ട്, അതിന് നിങ്ങളത് ഡെസ്പാണ് ശരിക്കും. ഇപ്പം കർത്താവ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയം അതല്ലേ, അതിനേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പം നീ ഒരു ചിട്ടി വീഴാൻ വേണ്ടി ഉടമ്പടി ഇട്ട്, ചില ആൾക്കാർ ചിട്ടി വീഴുന്നുണ്ട്, നല്ല കാര്യം. അത് നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല, അത് ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി സാക്ഷ്യം റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഇടപെടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതുകൊണ്ടാണ് തുടക്കണമെങ്കിൽ ദൈവം കൈ നീളുമെന്ന് പറഞ്ഞ ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മങ്ങൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? നീ ദൈവത്തെക്കാൾ അധികമായിട്ട് ചിട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന പ്രശ്നം. ഇതിങ്ങനെ കുറേ പെണ്ണുങ്ങൾക്ക് പണിമേടിക്കണത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവരൊരു കാര്യം ചെയ്യും, അവർ ചിലപ്പോൾ നിങ്ങളോർക്കും ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം എല്ലാം മുഴുവൻ ഞാൻ ജയിക്കും. പക്ഷെ അവർ ഉടനെ തോറ്റു പോകും. തോറ്റു പോകുമ്പോൾ ഉടനെ പിന്നെ അവർ ഉടമ്പടി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉടമ്പടിയേക്കാൾ ദൈവത്തെക്കാൾ അധികമായി IELTSനെ നിങ്ങളുടെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പിടികൊടുത്തില്ലേ? ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു വിഷയം, ഇപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം എന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കണം, അത് ജപ്തിയായി പോകണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കണം, ഉടമ്പടി എടുത്തിരിക്കണം. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ട്. ഇപ്പോൾ സെലു തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ യൂറോപ്പിൽ പോകുക, ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഞാൻ അവിടെ എന്താ പറഞ്ഞത്? നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യൂറോപ്പിൽ പോകുമെന്ന് പറഞ്ഞു. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞതാണത്. ഇവളുടെ പ്രമാണം കൊണ്ട് ഈ വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇവിടെ തന്ന പേപ്പർ കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന നോട്ടാണ്, എൻ്റെ ഉള്ളിൽ തന്ന നോട്ടാണ്. ഞാൻ പറഞ്ഞ് നീ ജയിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എന്നാ പറ്റിയ? അവളെ തിരിച്ച് അവളുടെ ഏജൻസി തന്നെ, ഏജൻസിക്ക് അവർ 4 ലക്ഷം രൂപ കൊടുത്തായിരുന്നു നേരത്തെ. എന്നിട്ടാണ് ഇവിടെ തോറ്റിരിക്കണത്. ഇപ്പം എന്നാ പറ്റിക്കുന്ന ഇവിടെ അത് ഫോർവേഡായിപ്പോയി. ഇതിൻ്റെ ഓണർ അവളെ തിരിച്ച് വിളിക്കും. ഈ അയർലൻഡിൽ നിന്ന് ഓണർ തന്നെ വിളിക്കും, ചോദിക്കും നിങ്ങൾ എത്ര രൂപയാണ് ഏജൻസിക്ക് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഓണർ പറയും, അത് ഓണറിനോട് ഇവള് പറയും പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യലാണ് എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ 5 പൈസ വാങ്ങിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പൈസയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പറയും. ഉടനെ അവർ പറയും, ഞാൻ 15 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, 5 ലക്ഷം പ്രോസസ്സിങ് ചാർജ്, 20 ലക്ഷം എന്ന് പറയും. ഉടനെ ഓണർ പറയും, എൻ്റെ ഫേമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, 5 പൈസ അടക്കണ്ട, നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. നോക്കിയേ, വിഷയം കണ്ടില്ല? ഒരു IELTS ഇല്ല, പരീക്ഷയില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. അമ്മ റിക്രൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഇവളോട് ഞാൻ പറയണത്, നീ പോകുമോ, നീ ജയിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യൂറോപ്പിൽ പോയിരിക്കും. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, അമ്മേ ഞാൻ 5 ലക്ഷം കൊടുത്തല്ലോ, എനിക്ക് വേണ്ടി ചില പ്രോസസ്സിങ്ങിന് വേണ്ടി 2.5 ലക്ഷം ചിലവായി കാണും. ഇപ്പോൾ 2.5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് കുറച്ച് പർച്ചേസ് നടത്താൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം വന്നതുപോലെ അങ്ങ് പറയണം. അവളവിടെ എന്നിട്ട് പഴയ ഏജൻസി 5 ലക്ഷം മേടിച്ച ഏജൻസിയോട് പറയും, എനിക്കിങ്ങനെ അവിടുന്ന് ഫ്രീ വിസ തന്നു, ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ പൈസ അത്രയും ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കും, തിരിച്ചു തരാമെന്ന് ചോദിക്കും. 5 ലക്ഷം രൂപ ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറയുന്നറിയാമോ? മാഡം ഇന്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് 1.5 ലക്ഷം രൂപയെ പ്രോസസ്സിങ് ആയിട്ടുള്ളൂ, ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയും. അത് മദർ ഇടപെട്ടുമ്പോൾ വിഷയമെല്ലാം മാറും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിവാന്ന് മദർ ഇടപെടുമ്പോൾ മൊത്തം വിഷയങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചതഞ്ഞും നനഞ്ഞ് ഉണങ്ങി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുത്തിട്ട് ദൈവത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം. എന്താ കാര്യം? ഞാൻ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത്,
ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള അഭ്യാസമൊന്നുമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വിഷയം ക്ലിയർ ആകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത രീതിയാണ്. ഇത് അങ്ങനെ ജീവിത രീതിക്ക് വെല്ലുവിളിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം. പക്ഷേ പറ്റുന്നവരെല്ലാവരും, കാര്യം ഇതിനേക്കാൾ മെച്ചമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് സാധാരണ മനുഷ്യന് സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ പരിചയമില്ലെന്ന് മാത്രമേ എനിക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം, ഇത് അത്ര കണ്ട് മഹത്തരമായ ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇത് നിന്നെ ദൈവം തന്നെ ഈ വിളിയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്, നീ ഇതിനുള്ള സാധ്യതയുള്ള ജന്മമായിട്ട് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ അർപ്പിച്ച വിശ്വാസം നീ കളങ്കപ്പെടുത്താതെ നീ പറ്റുന്നത്രയും ദൈവത്തോട് ഒപ്പിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, സ്തുതി, ആരാധന, നിന്നനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു, നിന്നനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ. നിന്നനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയൊക്ക ഇന്നീ ദുഃഖങ്ങൾ നിസ്സാരമാ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ടും ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതയായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്നും ബോധ്യമുണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ആരാധന പാലിക്കാനുള്ള അതിശക്തിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്. ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്.
അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞു പിൻകഴുത്ത് ഉന്തിയിരിക്കുന്ന അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ ശരീരങ്ങൾ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നവർ, കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ, ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ നിങ്ങൾ സ്ഥിരത്തിലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയുടെ ശ്രദ്ധയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാന നിന്നുപോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരിവർഷം അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളില് പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയ കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കളെ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നടക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാറിയ തടസ്സങ്ങള്, ജീവിതദുരിതങ്ങള്, തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. നീ വന്നു ശാന്തികൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. ഒരുമിച്ച് പാടുക എല്ലാവരും. നീ വന്നു ശാന്തികൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ
മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ട നിൽക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വരുമാന മാർഗം കെട്ടുപോയവരുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാതിൽ നിന്ന് കൊടുകൂടെ പഴുപ്പ് ഇടത് കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട്. കർത്താവിനെ സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല, പക്ഷേ വേദന ഉണ്ട്. അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന, റീ ഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രുത കനപ്പിച്ച് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ശത്രുത കനപ്പിച്ച് കൊണ്ടുനടക്കുന്നുണ്ട്. അവർ ഏണിയും പാമ്പും കളി പോലെയാണ്. 99 ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് 2 കൊണ്ട് മഞ്ചരിക്കുകയാണ്. കൃപയുടെ ജീവിതം 0-2 കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മാറാതെ ഒരു മാർഗവുമില്ല. ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും സർവ്വപരി സുവിശേഷത്തിൻ്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യൻസ് 3:20 തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നമേഖലകളിലും ഉണ്ടാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ശാന്തിഗോ നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ നീ വന്നു ശാന്തിഗോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും